മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയിട്ട് എന്തിനാ പോയത്? മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക്. അതെ, അപ്പൊ നമ്മളെടുത്ത് പലരും വരില്ലേ? മാർട്ടിൻ ജോർജിനെയും സണ്ണി ജോസഫിനെയും കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ കാണാൻ ആളുകൾ വരും, പൊതുപ്രവർത്തകർ. അല്ല, ഹൈ ഉണ്ടെന്നേ, ഹൈ തന്നെ. ആ ഹൈ ഉള്ള ഇടത്തേക്ക് പോകാമല്ലോ. പോകാൻ പാടില്ലെന്നുണ്ടോ? അന്വേഷിക്കേണ്ട യാതൊരു കാര്യങ്ങളും അതിലില്ല. CPM-ന്റെയും BJP-യുടെയും സ്വപ്നം പോണിയില്ല. അവരെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയും. ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്നൊരാളെ ഹൈക്കമാൻഡ് നിശ്ചയിക്കും. നമുക്ക് ആലോചിക്കാം. ആർക്കേരിയ അതൊക്കെ നിങ്ങളാരെങ്കിലും വെച്ചതായിരിക്കും. നിങ്ങൾ വടകരയ്ക്ക് പോയിരുന്നു? ആരെങ്കിലും വടകരയ്ക്ക് പോയിരുന്നോ? നിങ്ങളെ മൊബൈൽ ലൊക്കേഷൻ ഒന്ന് പരിശോധിക്കണം. ആ, ഏത് ചാനല്ല? ആയിക്കോട്ടെ, അവരോടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. ഒന്ന് സീറ്റ് ചർച്ചയൊന്നും ആരംഭിച്ചിട്ടില്ല. ആ, ബാക്കി 50 ഉണ്ടല്ലോ. സതീശൻ പറഞ്ഞതിന്റെ ബാക്കി 50 ഇല്ലേ? ഏത് രാഹുല്? Now he is out from the party. ആലോചിച്ചിട്ടില്ല. സമയത്താലോചിക്കും. നിങ്ങളല്ലേ ആലോചിക്കുന്നത്? ഞാൻ ആലോചിച്ചു. അന്നും ആലോചിച്ചിട്ടില്ലെന്നേ. ഇല്ലില്ല, കോൺഗ്രസിന്റെ സ്ഥാനം ആവർത്തിച്ച് നിങ്ങൾ എന്നാ പറഞ്ഞാലും ഇത് തന്നെ ഉത്തരം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് അതിൻ്റെതായ പ്രൊസീജിയറുണ്ട്. അഖിലേന്ത്യാ കമ്മിറ്റി, സ്ക്രീനിങ് കമ്മിറ്റി നിശ്ചയിക്കും. കോൺഗ്രസിന് കേരളത്തിൽ ഒരു ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്. അവർ യോഗം ചേർന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങളൊരു സംക്ഷിപ്ത ഒരു ചെറിയ ഒരു ലിസ്റ്റ് ഞങ്ങൾ സ്ക്രീനിങ് കമ്മിറ്റിക്ക് സമർപ്പിക്കും. അവർ ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ എന്നെ പരീക്ഷിക്കണം അധികം. ഞാനായിട്ടൊരു സർവേ നടത്തി, ജനങ്ങളൊരു സർവേ നടത്തി. ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിത് സെമി ഫൈനലാണ്, ഫൈനൽ വരുന്നു എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചെടുത്ത് ജനങ്ങൾ അവരുടേതായ അഭിപ്രായം രേഖപ്പെടുത്തി. UDF തന്നെ സംസ്ഥാന ഭരണത്തിലും വരുമെന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ അവസ്ഥ ഞാനിപ്പോ പറയണോ? LDF-ന്റെ അവസ്ഥ അതൊക്കെ എണ്ണിക്കഴിയും പറയാം. 100 കൂടുതൽ പോകാമല്ലോ. 140 ആ, നേരിട്ടല്ല. ഇതിന് സമരങ്ങളുണ്ട്. തൊഴിലുറപ്പിന്റെ സമരമുണ്ട്, ശബരിമല ഇഷ്യൂവിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതിനിടയിൽ വോട്ടർ പട്ടിക വിഷയമുണ്ട്, പുതിയ ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണമുണ്ട്. അതൊക്കെ ആലോചിക്കും. മാർട്ടിൻ ജോർജിന് മത്സരിക്കാമല്ലോ. കഴിഞ്ഞത് നിങ്ങളെ നിരാശരാക്കാൻ പറ്റില്ലല്ലോ.